ഒമാനിൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളുടെ നിരോധനത്തിന്റെ രണ്ടാം ഘട്ടം ജനുവരി മുതൽ നടപ്പാക്കും. ജനുവരി 1 മുതൽ ഫാബ്രിക് സ്റ്റോർ, ടെക്സ്റ്റൈൽസ്, മൊബൈൽ ഷോപ്പ് തുടങ്ങിയ ഇടങ്ങളിൽ പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കാൻ പാടില്ല. നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ പരിസ്ഥിതി അതോറിറ്റി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. 2027 ജൂലൈ 1 പൂർണ്ണമായും പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഇല്ലാത്ത രാജ്യമായി ഒമാനെ മാറ്റുകയാണ് ലക്ഷ്യം. ഘട്ടം ഘട്ടമായാണ് ഇത് നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ വർഷം ജൂലൈയിൽ ആശുപത്രി, ഫാർമസി, ക്ലിനിക് എന്നിവിടങ്ങളിലാണ് നടപ്പാക്കിയത്. 2025 ജനുവരി 1 മുതൽ ഫാബ്രിക് സ്റ്റോർ, ടെക്സ്റ്റൈൽസ്, ടൈലറിംഗ്, കണ്ണട ഷോപ്പ്, മൊബൈൽ ഷോപ്പ്, സർവീസ് സെന്റർ, വാച്ച് സർവീസ്, ഹൗസ് ഹോൾഡ് കടകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഉപയോഗിക്കരുത്. 2025 ജൂലൈ 1 മുതൽ ഭക്ഷണശാലകൾ, പഴം പച്ചക്കറി വിതരണ സ്ഥാപനങ്ങൾ, ഗിഫ്റ്റ് ഷോപ്പ്, ബേക്കറി, ബ്രെഡ്, സ്വീറ്റ്സ് വിൽപ്പന കടകൾ, കാൻഡി ഫാക്ടറി എന്നിവിടങ്ങളിലുമാണ് അടുത്ത വർഷം നിരോധനം നടപ്പാക്കി തുടങ്ങുന്ന ഇടങ്ങൾ. നിരോധനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പരിസ്ഥിതി അതോറിറ്റി ബോധവൽക്കരണ ക്യാമ്പയിനുകളുമായി ഇറങ്ങിയത്. പുതിയ നിയമങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കുന്നതിനും പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം പുനരുപയോഗിക്കുന്ന ബാഗുകൾ ഉപയോഗിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ക്യാമ്പയിൻ ലക്ഷ്യം വെക്കുന്നത്. നിയമലംഘകർക്ക് 50 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ശിക്ഷയായി ലഭിക്കും. കുറ്റം ആവർത്തിക്കുന്നവരുടെ മേൽ പിഴ ഇരട്ടിയാവുകയും ചെയ്യും. മീഡിയ 1, മസ്കത്ത്.